മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പ്രിയപ്പെട്ടവരെ, ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിൻ്റെ സമ്മേളനത്തിൻ്റെ പേരിൽ BJPയുടെ വ്യാപാരി വ്യവസായി നേതാവിൻ്റെ പണപ്പിരിവ്. ചോദിച്ച പണം നൽകാത്ത സ്ഥാപനത്തെ പൂട്ടിച്ചു കളയും എന്നാണ് ഭീഷണി. ഗവർണർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയുടെ പേരിലാണ് ഭീഷണി പിരിവ്. പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് പുല്ലാടിൻ്റെ ശബ്ദരേഖ റിപ്പോർട്ടെന്ന് കേൾക്കാം. അപ്പൊ അവിടുന്ന് നമുക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. മൈക്രോ ലാബിന്റെ പേരിലുള്ള കളക്ട് ചെയ്യണമെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു. മൈക്രോ ലാബ് വരെ നമുക്ക് ഇന്നതാണ് അവിടുത്തെ പ്രതികരണം എന്ന് പറയുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അതുകൂടെ നേരിടാൻ അവർ തയ്യാറാണ്. കാരണം നമ്മുടെ കൂട്ടത്തിൽ തന്നെ മൈക്രോ ലാബിന് പ്രിസ്ക്രിപ്ഷൻ തരുന്ന 100 കണക്കിന് ഡോക്ടർമാരുണ്ട്. നമ്മൾ പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ വേറെ ലാബിന് മാറ്റി എഴുതാൻ തയ്യാറായ ഡോക്ടർമാരുണ്ട്. നിമിഷ നേരം കൊണ്ട് നഷ്ടം ഉണ്ടാക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം സംഘത്തിന്റെ അനുഭാവികളായിട്ടുള്ള ഡോക്ടർമാർ എത്ര വരണമെന്ന് അറിയാമല്ലോ. RSS ഉള്ള പ്രസ്ഥാനത്തിന്റെ ബേസിൽ തന്നെയാണ് പറയുന്നത്. വേണ്ട, മൈക്രോ ലാബ് നമുക്ക് വേണ്ട എന്ന് നിശ്ചയമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് മൈക്രോ ലാബിനുണ്ടാവും. അത് പത്തനംതിട്ട ജില്ലയിൽ മൊത്തം ഉണ്ടാവും. ഇത് സംഘടനാ തീരുമാനമാണ്, സംഘടനയുടെ ജില്ലയുടെ തീരുമാനമാണ്. പത്തനംതിട്ട ജില്ലയിൽ നിങ്ങളുടെ എത്ര മൈക്രോ ലാബിന്റെ യൂണിറ്റുകളുണ്ടോ, ഒരിടത്തല്ല, കോഴഞ്ചേരി അല്ലേ നമ്മുടെ, പത്തനംതിട്ട ജില്ലയിൽ എത്രയുണ്ടോ അവിടെ നമ്മളുമായിട്ട് സഹകരിക്കുന്ന മൊത്തം ആളുകൾക്ക് നമ്മൾ നിർദ്ദേശം കൊടുക്കും മൈക്രോ ലാബുമായിട്ടുള്ള പൂർണ്ണമായ ബന്ധം വിടാതെ. ഇത് ഇത്രയും ദിവസം ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആള് വിളിക്കും എന്ന ധാരണയിലാണ് ഇരുന്നത്. ഇനി നമുക്ക് ആ ഒരു കൺസിഡറേഷന്റെ ആവശ്യമില്ല. ഇനി നിങ്ങളുടെ ഫണ്ട് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് സംഘടന മാറുകയാണ്. ഈ കാര്യത്തിൽ നാളെ തീരുമാനമായില്ലെങ്കിൽ പിന്നെ ഫണ്ട് വേണ്ട, മൈക്രോ ലാബ് നമുക്ക് സഹകരണം വേണ്ട എന്ന് സംഘടന ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ ക്ഷീണം അറിയാമല്ലോ, ചെറിയ പണിയായിരിക്കത്തില്ല വരുന്നത്, അറിയാമല്ലോ. എനിക്ക് ഇന്ന് വൈകുന്നേരത്തിനാണ് തീരുമാനം അറിയണം. ഇനി ഞാനൊരു വിളി കൂടെ വിളിക്കത്തില്ല. എനിക്ക് തീരുമാനം വൈകുന്നേരത്തിനാണ് അറിയണം. പറയാനുള്ള പറഞ്ഞേക്കാം കേട്ടല്ലോ. രാജേഷ് പുല്ലാടിൻ്റെ തീരുമാനം നമുക്ക് അറിയിക്കാം. അല്ലബീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അല്ലബീൻ, ഈ രാജേഷ് പുല്ലാട് ഭീഷണിപ്പെടുത്തുന്നത് ചെറിയ ഭീഷണിയൊന്നുമല്ല. പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറയുന്ന പോലെയാണ് രാജേഷ് പുല്ലാട് ഈ മൈക്രോ ലാബിലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നത്. ഈ രാജേഷ് പുല്ലാട് പണം പിരിച്ചത് നേരത്തെ ഉദ്ഘാടനം ചെയ്തു പോയ പരിപാടിക്ക് വേണ്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരുടെ ഒരു സ്ഥിരം പരിപാടിയാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അല്ലബീൻ? അതുകൊണ്ട് BJPയുടെ വ്യാപാരി സംഘടനയാണ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം. അതിൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് നടന്നിരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓൺലൈൻ വഴിയാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. സ്വാഭാവികമായും ഇത്തരത്തിൽ പാർട്ടികളുടെ സംഘടനകളുടെയൊക്കെ സമ്മേളനങ്ങൾ വരുമ്പോൾ വ്യാപാരികളിൽ നിന്നും മറ്റും പണപ്പിരിവ് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് പത്തനംതിട്ട, കോട്ടയം മേഖലകളിൽ വ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ലാബിൽ നിന്നും ഇവരൊരു തുക ആവശ്യപ്പെടുന്നു. എത്രയാണ് ആവശ്യപ്പെട്ടതെന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഒരു തുക ആവശ്യപ്പെടുന്നു. ആ തുക നൽകാനാവില്ല എന്ന് ആ ലാബിൻ്റെ അധികൃതർ സംഘാടകരെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് പുല്ലാട് ഉൾപ്പെടെയുള്ള ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് സമീപിച്ച നേതാക്കളെ അറിയിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ തുക നൽകാനാവില്ല, ഞങ്ങൾ ചോദിച്ചത് തന്നെ വേണമെന്നുള്ളതാണ് സംഘാടകരുടെ ആവശ്യം. പിന്നീട് അത് കൊടുക്കില്ല എന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് ഈ വിധത്തിലൊരു ഭീഷണി സ്വരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അവർ പറയുന്നത് RSSുമായി ബന്ധമുള്ള സംഘവുമായി ബന്ധമുള്ള നിരവധി ഡോക്ടർമാരുണ്ട്. അവരിൽ പലരും ഈ പറയുന്ന ലാബിലേക്കാണ് പ്രിസ്ക്രിപ്ഷൻസ് മറ്റും എഴുതുന്നത്. ഞങ്ങൾ പറഞ്ഞാൽ അത് അവസാനിക്കും എന്ന് മാത്രമല്ല, ഞങ്ങളുടെ സംവിധാനം ഉപയോഗിച്ച് ഈ ലാബിനെ ബഹിഷ്കരിക്കണമെന്നൊരു നിർദ്ദേശം നൽകിക്കഴിഞ്ഞാൽ വലിയ പണിയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ തയ്യാറാകണമെന്നതടക്കമുള്ള ഒരു ഭീഷണി സ്വരത്തിലുള്ള ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവർ ചോദിച്ച തുക നൽകാത്തത് കാരണമാണ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഗവർണറും കേന്ദ്രമന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ തുക ആവശ്യപ്പെടുന്നത്. നമ്മളിപ്പോൾ ഈ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഓഡിയോ സംഭാഷണം അത് 1 മിനിറ്റ് താഴെയാണ്. അതിൻ്റെ പൂർണ്ണമായ സംഭാഷണം ഏതാണ്ട് 4 മിനിറ്റോളമുണ്ട്. അതിൽ ആവർത്തിച്ച് പറയുന്നത് ഈ വിധത്തിൽ സ്ഥാപനത്തെ പൂട്ടിക്കും, സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും, നഷ്ടമുണ്ടാക്കുന്നതിന് ഞങ്ങളൊന്ന് വിചാരിച്ചാൽ മാത്രം മതി എന്നുള്ള തരത്തിലാണ്. എന്ന് മാത്രമല്ല, ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഇത്രയും നാൾ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വിളിക്കും, അനുകൂലമായൊരു നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. ഇനി ആ ഒരു പരിഗണന നൽകില്ല. ആ പറയുന്ന ദിവസം, അത് കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം നടന്നിട്ടുള്ളത്, അന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഒരു അറിയിപ്പ് ലഭിച്ചില്ല എങ്കിൽ വലിയ പണിയാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് സംഘടനാ നേതാവ്. അതിനുശേഷം ഈ സ്ഥാപനം ചോദിച്ച പണം നൽകിയോ അല്ലാതെ മറ്റ് പണി കിട്ടിയോ എന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും ഇത്തരത്തിൽ പല സംഘടനകളും, അത് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം മാത്രമല്ല, പല സംഘടനകളും ഈ വിധത്തിൽ പണപ്പിരിവ് സ്വാഭാവികമാണ്. പക്ഷേ കിട്ടാത്തതിൻ്റെ പേരിൽ വിരട്ടലും സ്വാഭാവികമാണ്. പക്ഷേ ഇതൊക്കെ പുറത്തു വരുന്നത് അപൂർവം മാത്രമാണ് എന്നുള്ളതാണ്. വ്യാപാരികളുടെ ഉന്നമനത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സംഘടനകളാണ് ഈ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാരി സംഘടനകളും, എല്ലാ പാർട്ടികൾക്ക് കീഴിൽ വരുന്ന സംഘടനകളും. പക്ഷേ അവർ ഇത്തരത്തിൽ വ്യാപാരികളെ കഴുത്തറക്കുന്ന നിലപാടിലേക്കും വിരട്ടി പണപ്പിരിവ് നടത്തുന്ന നിലപാടിലേക്കും പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അത് പല ഉദാഹരണങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ രാജേഷ് പുല്ലാടിൻ്റെ ശബ്ദരേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്.